ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കടുംബു ഹിൽസ് എന്ന് പറയുന്ന ഒരു പാറയുടെ മുകളിലാണ്. ഇത് നമ്മുടെ വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള ശാസ്താംപാറയ്ക്കൊക്കെ ഏകദേശം അടുത്തായിട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് വരേണ്ട ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയുടെ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ലൊക്കേഷൻ്റെ വീഡിയോയിലേക്ക് പോവാം. വലിയ ഓഫ് റോഡ് വഴിയുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ വണ്ടികൾക്കും ഇങ്ങോട്ട് കയറി വരാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ തന്നെ കാണാം, അത്യാവശ്യം 1-2 കാറൊക്കെ കിടപ്പുണ്ട്. ചെറിയ കാറും ചെറിയ ബൈക്കുകളും ഓട്ടോ വരെ ടോപ്പിലോട്ട് വരാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു സൺസെറ്റ് വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഇവിടെയാണ് സൺസെറ്റ് എങ്കിൽ നല്ലൊരു സൺറൈസ് വ്യൂവും ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ശാസ്താംപാറയാണ്. ആ നേരെ കാണുന്ന പാറ എന്ന് പറയുന്നത് ശാസ്താംപാറയാണ്. ഇതിൽ സൂം ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ ഫോണിൽ സൂം ചെയ്തൊരു വീഡിയോ എടുത്തിട്ട് അതുകൂടി ഞാൻ ആഡ് ചെയ്യാം. ആ ഡിസ്റ്റൻസിൽ കാണുന്നത് നമ്മുടെ സിറ്റിയാണ്. സിറ്റി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കൂടുതൽ സൂമാക്കി കഴിഞ്ഞാലും ബ്ലറായി പോകും. അതുകൊണ്ടാണ് അധികം സൂം ചെയ്യാത്തത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 അടുപ്പിച്ചാവാറായി. ഓക്കെ, ആ സമയത്തൊരു വ്യൂ ആണ് കേൾക്കാം. നമുക്ക് മയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഇത് മെയിൻ റോഡിലെല്ലാം കണക്ട് ചെയ്യുന്നൊരു വഴിയായിരിക്കും. എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള സെപ്പറേറ്റ് വഴിയായിരിക്കും. അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം എൻ്റെ എല്ലാ വീഡിയോയിലും പറയേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതായത് തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന് 26 വർഷമായിട്ട് ഇവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട്, അവരിവിടെ പോയിട്ടുള്ളതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, എനിക്ക് ഓഫുള്ളൊരു ദിവസമാണ്. വീട്ടിലിരുന്ന് പോസ്റ്റ് അടിക്കുന്നതിലും നല്ലത് ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളിലോട്ട് ഇറങ്ങിപ്പോവാം. ഇവിടെ ആകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റൊന്നും അല്ലാത്തത് കൊണ്ട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇല്ല. ആർക്ക് വേണോ വരാം, എപ്പോൾ വേണോ വരാം. ഫാമിലി ആയിട്ടാണെങ്കിലോ ഒറ്റയ്ക്കാണെങ്കിലോ ഫ്രണ്ട്സായിട്ടാണെങ്കിലോ ഒരു സീനുമില്ല. അത്യാവശ്യം നല്ല കാറും ചെറിയ കാറായാലും വലിയ കാറായാലും എല്ലാം ഇങ്ങോട്ട് കയറുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു 3 മണി 4 മണിയാകുമ്പോൾ വരാം, സൺസെറ്റ് എൻജോയ് ചെയ്യാം. വേണമെങ്കിൽ പിക്നിക് പോലെ വല്ലതും സെറ്റ് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഫാമിലി ഔട്ടിംഗ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേ സ്ഥാനത്ത് ശാസ്താംപാറയിലൊക്കെ പോയാൽ അവിടെയൊക്കെ ഒഫീഷ്യലായിട്ടുള്ള പാസും എൻട്രി അത് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കയറ്റത്ത് പോലും ഇല്ലെന്നാണ് തോന്നുന്നത്, ഈ കൊറോണ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അതേ സമയത്ത് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഗൈസ് കടമ്പു പാറയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്.